തങ്ങൾക്ക് വിധേയരാവാത്തവരെ പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ ഈടെ ഇറക്കി ഭീഷണിപ്പെടുത്തുക. ബി.ജെ.പി. പയറ്റിത്തെളിഞ്ഞ ഏറ്റവും നെറുകെട്ട നടപടികളാണിത്. ഇത്തരത്തിൽ ഇരയായ പലരും ഇന്ത്യയിലുണ്ട്. ഏറ്റവും ഒടുവിൽ അടച്ചുപൂട്ടിയ മുറികൾക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട പുറം ലോകം അറിയരുതെന്ന കേന്ദ്ര സർക്കാർ കരുതിയിരുന്ന ഒരു വമ്പൻ രഹസ്യം ഒടുവിൽ പുറത്തായിരിക്കുകയാണ്. ഒരു സിറ്റിംഗ് ഉപരാഷ്ട്രപതിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കാട്ടി വിരട്ടി രാജിവെപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. എന്നാൽ ശിവസേന MP സഞ്ജയ് റാവത്തിന്റെ അൺലൈക്ലി പാരഡൈസ് എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് അത്യന്തം ഭീതിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിലേക്കാണ്. ജഗ്ദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെ രാജ്യം അറിഞ്ഞിരുന്നില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു എന്നായിരുന്നു അന്നത്തെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ആ രാജിക്ക് പിന്നിൽ വിറപ്പിക്കുന്ന ചില ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടത്തിയ ആ നിർണായക ഘട്ടത്തിലാണ് തിരക്കഥയുടെ തുടക്കം. സഭയുടെ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ഈ പ്രമേയത്തിന്മേൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. മോദി സർക്കാരിന് ഭീഷണിയായേക്കാവുന്ന രീതിയിൽ അദ്ദേഹം നീങ്ങിയതോടെ ഇരുപ്പുറയ്ക്കാതിരുന്ന കേന്ദ്രം അദ്ദേഹത്തിനെതിരെ രഹസ്യമായ നടപടി കൈക്കൊള്ളുകയായിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ നടപടിയെടുക്കാൻ വിസമ്മതിച്ച ധൻഖറിനെതിരെ സർക്കാർ ഒരു പഴയ ആയുധം പുറത്തെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ ഒരു സ്വത്തിടപാടിന്റെ ഫയലുകൾ പൊടിതട്ടിയെടുത്തു. ഈ ഇടപാടിലൂടെ ലഭിച്ച പണം അമേരിക്കയിലേക്ക് കടത്തിയെന്ന് ആരോപിച്ച് ED അന്വേഷണം വരുമെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. രാജ്യത്തിന്റെ രണ്ടാമത്തെ പൗരനായ ഉപരാഷ്ട്രപതിയുടെ വീട്ടിൽ ED കയറുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും വന്നതോടെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു വഴികളില്ലാതായി. കൂടാതെ ജഗ്ദീപ് ധൻഖർ ആ സമയത്ത് പ്രതിപക്ഷ നേതാക്കളുമായി നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഇത്തരത്തിൽ സർക്കാരിന് ഭീഷണിയായി ധൻഖർ മാറുന്നു എന്ന് കണ്ടതോടെയാണ് അദ്ദേഹത്തെ ഏതു വിധേനയും പടിയിറക്കാൻ ഭരണകൂടം തീരുമാനിച്ചത്. അങ്ങനെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു രാത്രി കൊണ്ട് ജഗ്ദീപ് ധൻഖർ തന്റെ കസേരയൊഴിഞ്ഞത്. ഈ രാജിക്ക് ശേഷം നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിലെ ദുരൂഹതകൾ ആർക്കും ബോധ്യമാകും. രാജിവെച്ച അദ്ദേഹത്തിനൊരു യാത്രയയപ്പ് നൽകാനോ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാനോ പ്രധാനമന്ത്രിയോ മറ്റ് കേന്ദ്രമന്ത്രിമാരോ തയ്യാറായില്ല. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഏത് ആശുപത്രിയിലാണ് ചികിത്സ തേടിയതെന്നോ എന്തായിരുന്നു രോഗമെന്നോ പുറം ലോകം അറിഞ്ഞില്ല. രാജിക്ക് ശേഷം പൊടുന്നനെ അദ്ദേഹം കുറച്ചു കാലത്തേക്ക് പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷനായി. ധൻഖർ മാത്രമല്ല, ഈ പട്ടികയിൽ വേറെയും പ്രമുഖരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക ലവാസയുടെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിലും ഇതേ ED ഭീഷണി തന്നെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പണ്ട് അശോക ലവാസ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു. അതിന്റെ പ്രതികാരം തീർക്കാനാണ് അദ്ദേഹത്തെയും സമാനമായ രീതിയിൽ ഒതുക്കിയത്. കൂടാതെ ഭീകരവാദി അജ്മൽ കസബിനെതിരെയുള്ള കേസ് വാദിച്ച പ്രമുഖ അഭിഭാഷകൻ ഉജ്വൽ നിഗത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയതിന് പിന്നിലും BJPയുടെ ചില രാഷ്ട്രീയ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പുസ്തകം വെളിപ്പെടുത്തുന്നു. പണ്ട് കസബിന് ജയിലിൽ ബിരിയാണി നൽകുന്നു എന്ന വിവാദ പ്രസ്താവനയിലൂടെ BJPക്ക് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തയാളാണ് ഉജ്വൽ നിഗത്. ഈ പ്രസ്താവന പച്ചക്കള്ളമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് സമ്മതിച്ചെങ്കിലും അന്ന് കോൺഗ്രസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇത് വലിയ സഹായമായി. ഇത്തരത്തിൽ തങ്ങളെ സഹായിക്കുന്നവരെ പദവികൾ നൽകി ആദരിക്കുകയും എതിർക്കുന്നവരെ ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയാണ് BJP തുടർന്നു പോരുന്നത്. വരും ദിവസങ്ങളിൽ ഈ പുസ്തകം പുറത്തിറങ്ങുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്.